ഹായ് വ്യൂവേഴ്സ്, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ മഷ്റൂം. നമ്മുടെ നാട്ടിൽ കൂണ്, കുമ്മൽ എന്നൊക്കെ പറയും. മഴക്കാലത്ത് കുമ്മൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പഴയ കാലത്ത് കാട്ടിലൊക്കെ കുമ്മൽ ഉണ്ടാവും. അത് നമുക്ക് പഴയ കാലത്ത് പറിച്ചു കൊണ്ടുവന്ന് കറി വെച്ച്. പക്ഷേ ഇന്നിപ്പോൾ അത് നാട്ടിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വളരെ ടേസ്റ്റായ കുമ്മൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പാണത്തൂരിൽ നിന്ന് വരുന്നൊരു വഴിയായിരുന്നു. അപ്പോൾ ഈ പനത്തടി ആ ഒരു ഗ്യാപ്പിലെത്തുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു, നല്ല മഴയായിരുന്നു. ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് പോകുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചേച്ചി, ഒരു കുട്ടി ഇവിടെ എന്തൊക്കെ വെക്കുന്നു, എന്തെന്ന് എനിക്കറിയില്ല. കുറച്ചങ്ങ് പോയി തിരിച്ചു വന്നു. അപ്പം എൻ്റെ മകനുണ്ടായിരുന്നു. ഞാൻ മകനോട് പറഞ്ഞു, അവിടെ എന്തോ വെക്കുന്നുണ്ട്, നമുക്കൊരു സ്പെഷ്യൽ ഐറ്റംസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് കൂൺ വിൽപ്പന. അപ്പോൾ അത് നാച്ചുറലായിട്ട് അവരുണ്ടാക്കുന്ന 5 വർഷമായിട്ട് അവരുണ്ടാക്കുന്ന ഒരു കൂണ വിൽപ്പനയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ എങ്ങനെയുള്ള കൂണാണ് വിൽക്കുന്നത്, ഏതൊക്കെ ഐറ്റംസാണ് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഞാനിപ്പോൾ ഇങ്ങനെ പാണത്തൂരിൽ നിന്ന് വരുന്ന വഴിയാണ്, അപ്രദേശമായിട്ടാണ് വന്നത്. അങ്ങ് പാസ്സായി കഴിയുമ്പോൾ എനിക്ക് നിങ്ങളൊരു ഷെഡും നിങ്ങൾ എന്തോ വിൽക്കുന്നത് അറിയാം. എന്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ മകനോട് പറഞ്ഞു, അവിടെ എന്തോ വിൽക്കുന്നത്, നമുക്ക് വ്യത്യസ്തമായൊരു ഫുഡായിരിക്കും, നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോഴാണ് കൂൺ വിളിക്കുന്നത്. എത്ര വർഷമായി, എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? 5 വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റൊക്കെ ഞങ്ങൾ കടകളിലായിരുന്നു കൊടുത്തുകൊണ്ടായത്. അപ്പോൾ കടകളിൽ പോകുമ്പോൾ നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കടക്കാർ അത് ഇന്ന് തന്നെ കസ്റ്റമർക്ക് കൊടുക്കണം എന്നില്ല. അവർ നമ്മളെ അത്ര ഒരു നമ്മൾ സാധനത്തിന് അത്ര ഒരു ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നാളെ ആയിരിക്കും ആ സാധനം കസ്റ്റമറുടെ കയ്യിലെത്തുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്കത് റിട്ടേൺ വരുന്നു. അപ്പോൾ ഞങ്ങളായിട്ട് കണ്ടെത്തിയൊരു പിന്നെന്താ മാർക്കറ്റിംഗ് ആണ് ഈ രീതി. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ വൈകുന്നേരം ഞങ്ങൾ രാവിലെയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആൾക്കാർ വന്ന് വാങ്ങിക്കും. ബാക്കി സാധനം വന്നെങ്കിൽ നമ്മൾ ഇവിടെ വന്നാൽ വയ്ക്കുന്നത്. അപ്പം ഫ്രഷ് സാധനമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നത്. അഥവാ ഞങ്ങൾക്ക് ഇവിടെ സാധനം ബാക്കി വന്നാൽ ഇതിനുകൊണ്ട് ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അച്ചാറ്, മഷ്റൂം അച്ചാറ്, മഷ്റൂം ചമ്മന്തിപ്പൊടി, അത് രണ്ടും ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, സാധനം തീർന്നു പോയതാണ്. ഇത് ഞങ്ങൾ പുതിയതായിട്ട് ഇറക്കിയതാണ്. ഇതിന്റെ പേര് CJS ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ CJS. അപ്പൊ ഇത് കായം, കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കായാണ്. ഇത് ഈ മഷ്റൂം കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത് അല്ലല്ല, ഇത് നമ്മള് സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായം ഉണ്ടുള്ളതാണ്. ഞങ്ങൾ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ 2 സംഭവങ്ങളും കാണാൻ പറ്റും. ഈ മഷ്റൂമില് ഒരേ ഐറ്റംസ് ഉള്ള അല്ല, ഇതിന്റെ തന്നെ ഇത് ഓയിസ്റ്റർ മഷ്റൂം ആണ്. ഇതിന്റെ ഗ്രേ ഉണ്ട്, പിന്നെ പിങ്ക്. ഗ്രേ ഞങ്ങൾ ഒന്ന് ചെയ്തു. അതിന് വിത്ത് കിട്ടാൻ, അതിന്റെ സ്പോൺ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ആദ്യം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിന് ഏത് മഷ്റൂം ആയാലും ഓരോന്നിനും ഓരോരോ ക്വാളിറ്റിയാണ്. ഇപ്പൊ അതിലൊരു പിങ്ക് ഉണ്ട്, അത് ക്യാൻസർ രോഗികൾക്ക് നമ്മൾ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് സൂപ്പൊക്കെ ആക്കി കുറച്ച് നമുക്ക് പ്രതിരോധം, ഓരോ മഷ്റൂമിനും ഓരോ പ്രതിരോധ ശേഷിയുണ്ട്. പിന്നെ വേനൽക്കാലത്താണെങ്കിൽ ഞങ്ങൾ പാൽക്കൂൺ ചെയ്യും. പാൽക്കൂണ് ചൂടാണ് അത്യാവശ്യം. ഇപ്പോൾ മഴക്കാലത്ത് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ചുകൂടെ വില കൂടും. ഇത് ഞങ്ങൾ കിലോയ്ക്ക് 600 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ മലയോര പ്രദേശക്കാരായതുകൊണ്ട് ഒന്നിച്ച് വാങ്ങിക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയ പാക്കറ്റ് 100 ഗ്രാമിന് ചെറിയ പാക്കറ്റ് ആക്കുമ്പോൾ 60 രൂപയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു 3 കിലോയ്ക്ക് മുകളിൽ സെയിൽ നടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഏത് സ്റ്റഡി ചെയ്തതും പഞ്ചായത്തിന്റെ സപ്പോർട്ട്? പഞ്ചായത്തിന്റെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ ലോൺ എടുത്താണ് ഇതിന്റെ ഷെഡൊക്കെ പണിതത്. എനിക്ക് 70,000 രൂപ പഞ്ചായത്ത് സബ്സിഡി, അത് കൂടാതെ കൃഷിഭവന്റെ സബ്സിഡി, പിന്നെ ഇപ്പോഴും ഉണ്ട് അതിന്റെ സ്കീം. 100 ബെഡ്, 80 to 100 അങ്ങനെയാണ് അവരെ കണക്ക്. 80 to 100 ബെഡ് ചെയ്താൽ 11,250 രൂപ സബ്സിഡി ഉണ്ട്. അങ്ങനെ എനിക്ക് 8 യൂണിറ്റ് 800 ബെഡിനുള്ള സബ്സിഡി കൃഷിഭവൻ മുഖാന്തരം തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ നമ്മൾക്ക് മഷ്റൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേസ്റ്റ് വരും. അത് ചെയ്യാൻ മണ്ണീര കമ്പോസ്റ്റ് ആക്കും. അതിനുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പേര് പറഞ്ഞില്ല. എന്റെ പേര് ദിവ്യ എന്നാണ്. ദിവ്യ അല്ലേ? സ്ഥലം ശരിക്കും ഞങ്ങള് പനത്തടിക്ക് പാണത്തൂർ റൂട്ട്, പനത്തടി വളാന്തോട് സെന്റർ ആണ്. അപ്പം ദിവ്യ ചേച്ചിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് സ്വയം തൊഴിൽ എന്ന രീതിയിൽ മഷ്റൂം കൂൺ വളർത്തുകയാണ്. അപ്പം ഇതിലെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ച് സാധനം വാങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ നമ്മുടെ ഈ ചാനൽ കാണുന്നവരും ഈ വളാന്തോട്, പാണത്തൂർ ഭാഗത്ത് വരുന്നവർക്കും ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി ഈ മഴക്കാലത്ത് നമുക്ക് കാട്ടിൽ കൂൺ കിട്ടിയില്ലെങ്കിലും ചേച്ചി തീർച്ചയായും ഇങ്ങനെയുള്ള കൂൺ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള വലിയൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു.